ഈ പയ്യന്മാരെല്ലാം MDയും കഞ്ചാവിൻ്റെയും ഒക്കെ ആൾക്കാരാണ്. അപ്പോൾ ഈ വണ്ടി കയറിയിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മിക്കപ്പോഴും വണ്ടി പിറ്റേന്ന് രാവിലെ വണ്ടി എടുക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് കൈ കിട്ടാറുണ്ട്. കാണുന്ന കാഴ്ച ഒരു അമ്മിക്കല്ല് കൊണ്ട് വാലിടിച്ച് ചേർത്തേക്കല്ലേ. അതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഇവർ സ്റ്റേഷനിൽ പോയ സമയം നോക്കി വന്നാണ് എൻ്റെ വീട്ടിലെ ജനലും ഗ്ലാസും കഥകളും എല്ലാം ഈ പയ്യൻ വന്നു. ശാലിനി ചേച്ചി പറയുന്ന അനുസരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പ്രായപൂർത്തിയായ മകളെ വീട്ടിൽ കിടത്താൻ വരെ പേടിയാണ്. ഇവർ ഒറ്റയ്ക്ക് എന്തായാലും ഇത്രയും പയ്യന്മാരെ അടിച്ച് നിൽക്കാൻ എന്തായാലും പറ്റത്തില്ല. ഇവരെ ഇഷ്ടം പോലെ ഈ ആൾക്കാരെല്ലാം ഈ പയ്യന്മാർ ഇവൻ്റെ കൂടെ ഒരു സെറ്റ് പയ്യന്മാർ. നമസ്കാരം, ഇത് പെരുങ്കുഴി കുഴിയമാണ്. നമ്മുടെ റെയിൽവേ ഗേറ്റ് കഴിഞ്ഞ് വരുമ്പോഴുള്ളൊരു സ്ഥലമാണ്. ഞാനിവിടെ ഒരു 3-4 വാർത്ത ചെയ്തിട്ടുണ്ട്. ആദ്യം ഒരു കൊലപാതകമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ജസ്റ്റ് ഒരു 5-6 ദിവസം മുന്നേ ഇതേപോലെ ഒരു ചേട്ടനെ, ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായ ചേട്ടനെ ബിയർ കുപ്പി പൊട്ടിച്ച് വയറ്റി കുത്തിയൊരു വാർത്തയും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും അതേപോലെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ വീട് കയറി ആക്രമിച്ച ഒരു കേസിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ചേച്ചിയുടെ ഭാര്യ ശാലിനിയുണ്ട്, അതുപോലെ തന്നെ ചേട്ടൻ്റെ അമ്മയല്ലേ. ആ ചേട്ടൻ്റെ പേരെന്താണ്? വിജയ്. ചേട്ടൻ്റെ അമ്മയുണ്ട്. ഇതിപ്പോൾ എന്തിനാണ് അവർ വീട് ഇത്ര അടിച്ചു പിടിച്ചത്? നമുക്ക് അങ്ങനെ അറിയാം, അവർക്കല്ലേ അറിയാവൂ. ഇത് എന്തിനാണ് കാരണം ഉണ്ടാവൂലേ? ഒരു കാരണമല്ല. അവൻ ഞാൻ ഇതുപോലെ വെള്ളം അടിക്കും. ആര്? വിജയ്. നിങ്ങളെ മോൻ ഇത്തിരി വെള്ളം അടിച്ചോണ്ട് അവൻ വിടാതെ കിടക്കും. പിന്നെ അവൻ ആരൊന്നും പറയില്ല. ഈ പിന്നെ ആന്റിൻ്റെ എന്താണ് തിരക്കാരെ അവരുമായിട്ട് അവന് ഭയങ്കര ഉടക്കാണ്. അങ്ങനെ അവിടെ അവർ നോക്കി അവിടെ ഇരുന്നപ്പോഴത്തേക്ക് അതിലേ കൂടെ പോയതല്ലേ ഏതു വിഷയത്തിനുള്ള ആളാണോ? വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം അടിക്കുമെന്നല്ലാണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇപ്പോഴത്തെ പിള്ളേരുമായിട്ടൊക്കെ ചെറിയ ഇതാണ്. പിന്നെ പിള്ളേരുമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോ കൊണ്ടിടുമ്പോഴത്തേക്ക് പിള്ളേരെല്ലാം ഓട്ടോയിലൊക്കെ കയറിയിരിക്കുമ്പോൾ ഇവർ പറഞ്ഞു അന്ന് എൻ്റെ പറഞ്ഞ മറ്റേ ഓട്ടോ കൊണ്ടിടുമ്പോഴത്തേക്കും ആ ഓട്ടോയുടെ സ്റ്റീരിയോ ഒക്കെ അടിച്ച് പൊട്ടിക്കുന്ന ഓട്ടോയിൽ സാധാരണ സെറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പയ്യന്മാരെല്ലാം കൂടി ഓട്ടോ ഇടുന്ന റോഡ് സൈഡിനാണ് ഇടുന്നത്. അപ്പോൾ ഈ വണ്ടി കയറി ഇരുന്ന് ഇവന്മാർ ഓരോ കന്നന്തിരി കാണിക്കുമ്പം ഇവരിത് പറഞ്ഞു വിലക്കെ അതിനെപ്പറ്റിയുള്ള കുറേ വിരോധങ്ങൾ കുറേ നാളുകൊണ്ടേ ഉണ്ട്. പിന്നെ പോരാത്തതിന് ഈ പയ്യന്മാരെല്ലാം MDയും കഞ്ചാവിൻ്റെയും ഒക്കെ ആൾക്കാരാണ്. അപ്പോൾ ഈ വണ്ടി കയറിയിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മിക്കപ്പോഴും വണ്ടി പിറ്റേന്ന് രാവിലെ വണ്ടി എടുക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് കൈ കിട്ടാറുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങളും ഈ വണ്ടി ഇരിക്കുന്നതിന് ഇവന്മാരുടെ അടുത്ത് പറഞ്ഞു വിലക്ക് ഫസ്റ്റ് അവിടെ അതിൻ്റെ ആയിട്ടുള്ള അപ്പോൾ അങ്ങനെയുള്ള വിഷയത്തിൻ്റെ പേരിൽ തർക്കം ഉണ്ടായി. ഇതിന് മുന്നേ ഒരു 3 മാസങ്ങൾക്ക് മുന്നേ ഇവർ തമ്മിൽ മെയിൻ റോഡിൽ നിന്ന് പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഇവർ സ്റ്റേഷനിൽ പോയ സമയം നോക്കി വന്നാണ് എൻ്റെ വീട്ടിലെ ജനലും ഗ്ലാസും കഥകളും എല്ലാം ഈ പയ്യൻ വന്ന് ഈ ആന്റണി കാണുന്ന കാഴ്ച ഒരു അമ്മിക്കല്ല് കൊണ്ട് വാലിടിച്ച് ചേർത്തേക്കല്ലേ. ഇതൊരു അമ്മിക്കലല്ലേ? ഈ അമ്മിക്കല്ല് എവിടെ നിന്ന് കൊണ്ടുവന്നവര്? ഇത് അപ്പുറത്തെ വീട്ടിലാണെന്നാ തോന്നുന്നു. ചേട്ടന് ചേച്ചിയുടെ അമ്മിക്കലാണോ? നിങ്ങൾ അമ്മിക്കലാണ് വാലടിച്ച് പിടിച്ചത്? നിങ്ങൾ കണ്ടില്ലേ എടുത്തോണ്ട് പോകുന്നത്? ഞങ്ങൾ ഇവിടെ അല്ലേ, നിങ്ങൾ ക്രിസ്മസ് അല്ലേ, അപ്പൊ നമ്മൾ അങ്ങ് അപ്പുറത്തായിരുന്നു. ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലായിരുന്നു പോയത്. അപ്പൊ ആ നേരം കൊണ്ടാണ് ഈ വ്യാഴത്തരങ്ങളൊക്കെ കാണിച്ചത്. ഈ അമ്മിക്കല്ല് ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകാൻ ആ വാലടിച്ച് പിടിച്ചല്ലേ? ഞങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. വാല് മൊത്തം, ആ ഗ്ലാസ് മൊത്തം. ഒരു 18 വയസ്സുകാർ മോളുണ്ട്, ഒരു 16 വയസ്സുകാർ മോളുണ്ട്. ഈ ജനലൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. എൻ്റെ പിള്ളേർ ഇവിടെ എല്ലാം കിടക്കുന്നത് വരാം. കാരണം ഇവിടെ അങ്ങനെ കിടത്താനും പറ്റത്തില്ല. കാരണം ഇവിടുത്തെ ഏരിയ അങ്ങനെയാണ്. ഒരു ശകലം ഹോള് കെട്ടി കഴിഞ്ഞാൽ അവിടെ തുറന്ന് നോക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് എൻ്റെ പിള്ളേർ ഇവിടെ എല്ലാം കിടക്കണം. ചേച്ചിയുടെ വീട്ടിൽ കൂടിയാണ് നിൽക്കുന്നത്. മെമ്പറെല്ലാം ഉണ്ട് ഇവിടെ. അവരെ വിളിച്ച് കാണിച്ചിട്ടൊന്നും കാര്യമില്ല. ഇപ്പം പിന്നെ അവരാരും ഇതുവരെ വന്ന് നോക്കിയതോ എടുത്തതോ ഒന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഞാനിപ്പോൾ സ്റ്റേഷനിൽ പോയിട്ട് അന്വേഷിച്ചായിരുന്നു. ഇപ്പോഴത്തെ അവർ പറഞ്ഞത് നിങ്ങളുടെ ഹസ്ബൻഡ് വിജയ് എന്ന് പറഞ്ഞ ആള് മറ്റേ ഒരാളെ കൈ എന്തോ അടിച്ചൊടിച്ചെന്ന് പറഞ്ഞു. കൈ അടിച്ചൊടിച്ചെന്നല്ല, ഇന്നലെ നടന്ന പ്രശ്നത്തിൽ ഇവർ ഒറ്റയ്ക്കാണ്. അവരെ വീട്ടിൽ അവരുടെ സഹോദരങ്ങൾ 3 പിള്ളേർ, ഇവന് കുറേ സെറ്റ് പയ്യന്മാരുണ്ട്. ഈ പയ്യന്മാരെല്ലാം കൂടിയായിട്ട് ഇന്നലെ വൈകിട്ട് ഇവർ ഒത്തിരി ഇതായത് ക്രിസ്മസ് ആയിട്ട് വെള്ളം അടിച്ചിരുന്നു. വണ്ടി ഒതുക്കിയിട്ട് നടന്നു വന്നപ്പോഴത്തേക്കാണ്ട് ഇവർ തമ്മിൽ ഉടക്കായി. കാരണം എന്ന് വെച്ചാൽ മുന്നേ കേസ് കൊടുത്തിട്ട് ഇവനെ ഇതുവരെ പിടിക്കെടുക്കുക ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ അല്ലേ ഭർത്താവ് ചോദിച്ചില്ല. അപ്പോൾ ഈ പയ്യ ഇരുന്നോണ്ട് പറഞ്ഞു ഇവനി എവിടെ പോയാലും എന്നെ വൃത്തന്മാരും പിടിക്കാനും പോകണില്ല, ഒന്നും ചെയ്യാനും പോകണില്ല എന്ന് പറഞ്ഞുള്ള പ്രശ്നങ്ങളായി. അങ്ങനെ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ഉടക്കായപ്പോൾ ഇപ്പോൾ ഇതിലൊരു പെണ്ണ് ഓടി വന്ന് എൻ്റെ ഭർത്താവിൻ്റെ അമ്മേനെ പിടിച്ച് തള്ളിയായിരുന്നു. അവരെ പിടിച്ചങ്ങ് തള്ളിയിടുകയും ചെയ്തു. ഈ പെണ്ണ് ഓടി വന്ന് എൻ്റെ ഭർത്താവിനെ അടിച്ച് ഞാൻ കണ്ടില്ല. മൂത്തൊരു പെണ്ണ് സുനഞ്ചി എന്ന് പറഞ്ഞൊരു പെണ്ണ് ഓടി വന്ന് എൻ്റെ ഭർത്താവിനെ അടിച്ച്. അങ്ങനെ പിന്നെ ഭയങ്കര അടിയായി, പ്രശ്നങ്ങളായി. ഇവർ ഒറ്റയ്ക്ക് എന്തായാലും ഇത്രയും പയ്യന്മാരെ അടിച്ച് നിൽക്കാൻ എന്തായാലും പറ്റത്തില്ല. ഇവരെ ഇഷ്ടം പോലെ ഇപ്പോൾ ഈ ആൾക്കാരെല്ലാം ഈ പയ്യന്മാർ ഇവൻ്റെ കൂടെ ഒരു സെറ്റ് പയ്യന്മാരുണ്ട്. അവരെല്ലാവരും കൂടി ചേർന്ന് ഇന്നലെ ഇഷ്ടം പോലെ അടിച്ച്. ഇവിടെ ആരും ഇല്ലായിരുന്നു. കാരണം ഇവരെ സഹോദരങ്ങൾ ആരും ഇവിടെ അല്ല. ഇവരൊറ്റയ്ക്കാണ് ഇവിടെ കിടക്കുന്നത്. ഈ അമ്മയുണ്ട്. ഞാൻ 2 വർഷമായിട്ട് ഇവിടെ അല്ല. എൻ്റെ ഭർത്താവ് ഒറ്റയ്ക്കാണ് ഈ വീട്ടിൽ കിടക്കുന്നത്. ഫസ്റ്റ് പയ്യൻ വന്ന് കഥകെല്ലാം അടിച്ചു പറഞ്ഞു. എൻ്റെ ഭർത്താവിൻ്റെ കാലും പൊട്ടലുണ്ടായിരുന്നു. സ്റ്റേഷനിലെല്ലാം കൊടുത്തിട്ടുണ്ട്. കാല് പൊട്ടലും ഇപ്പോഴാണ് കാലൊന്ന് ശരിയായത്. കുറേയൊക്കെ ഇട്ടാണ് ഇവിടെ കിടന്നത്.
എന്നിട്ട് എൻ്റെ ഭർത്താവ് ഒറ്റയ്ക്ക് കിടക്കണ കാരണമാണ് ഞാൻ വീണ്ടും വന്ന് രണ്ടാമത് ഈ ഡോർ മേടിച്ചിട്ടിട്ട് ഇപ്പോൾ പോയത്. മേടിച്ചിട്ടിട്ട് ഇപ്പോൾ ഒരു മാസമായതേ ഉള്ളൂ. പഴയ വാതിലാണ്. അന്ന് അവന്മാർ പഠിച്ചതാണ് ഇവിടെ കിടക്കുന്നത്. എന്നിട്ട് വന്ന് ഇവർ ഒറ്റയ്ക്ക് കിടക്കണോണ്ട് ഞാൻ പേടിച്ച്, കാരണം ഇവൻ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യുമെന്ന് പേടിച്ചാണ് പിള്ളേരെ ഞാൻ മാറ്റി കിടത്തി. കാരണം ഇവന്മാർ നോക്കത്തില്ലല്ലോ, ചെറുതും വലുതൊന്നും നോക്കത്തില്ല, മോളുണ്ട്. അപ്പോൾ അതുകൊണ്ട് പേടിച്ച് എൻ്റെ ഭർത്താവ് മാത്രമാണ് ഇവിടെ കിടക്കുന്നത്. പേടിച്ചാണ് ഞാൻ വന്ന് ഈ ഡോർ വാങ്ങിച്ചിട്ട് കൊടുത്തിട്ട് സുരക്ഷിതമായിട്ട് കിടക്കണം പറഞ്ഞു. ആ ഡോറാണ് ഇന്നലെ അവർ ഈ അമ്മിക്കല്ല് കൊണ്ടുവന്ന് ഈ വേല ചെയ്തിട്ട്. അപ്പോൾ ഈ ആളില്ലാത്ത വീട്ടിൽ അതല്ലേ ഇത്രയും ചെയ്തത്. ശരിക്കും ഇയാളെ ഈ എതിർകക്ഷിക്കാരുടെ കൈ എങ്ങനെ പൊട്ടിയത്? അത് ഇന്നലെ പോലീസ് ഇവരെ അമ്മേനെ പിടിച്ച് തള്ളിയിട്ടപ്പോൾ ഇവരെന്തോ ചെയ്തു, അമ്മേനെയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോയപ്പോൾ അപ്പോഴത്തന്നെ സിഎനെ വിളിച്ച് പറഞ്ഞു. ഞാൻ അവിടെ നിന്നോട്ട് മെഡിക്കലിൽ നിന്നുകൊണ്ടാണ് 112 വിളിച്ച്. അപ്പോൾ പോലീസ് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവന്മാരെല്ലാം കയറി ഓടി. രാത്രിയില്ലായിരുന്നു, ഓടി അവിടെ സ്ലാബ് അവിടെ ഇൻ്റർലോക്ക് വഴിയൊക്കെ ഇതുണ്ട്, ഇൻ്റർലോക്കാണ്. അപ്പം ഓടിയ കൂട്ടത്തിൽ വീഴുന്നത് അവിടെ മൊത്തം ഇവരെ വീട്ടിൻ്റെ ഫ്രണ്ട് മൊത്തം പാറക്കല്ല് കൂട്ടിയിട്ടുണ്ട്. ഓടിയ കൂട്ടത്തിൽ വീഴുന്നത് കണ്ടാണ്. അല്ലാതെ എൻ്റെ ഭർത്താവിനെ അടിക്കാനുള്ള ഒരു കാരണം ഒന്നാത്തരം പോലീസ് ഇപ്പോൾ 2 പേർക്കെതിരെയും കേസ് കൗണ്ടർ കേസ് ഫയൽ ചെയ്ത് ഞാൻ സ്റ്റേഷനിൽ അന്വേഷിച്ചു. അപ്പോൾ 2 പേർക്കെതിരെയും വന്ന് അപ്പോൾ അങ്ങനെ അവർ ഓടിയാണ് കൈ പൊട്ടിയെങ്കിലേ അങ്ങനെയാണ് അമ്മ കണ്ടായിരുന്നത്. ഓടിയാണോ കൈ പൊട്ടി? അത് ഞാൻ കണ്ടില്ലായിരുന്നു. കണ്ടില്ലേ? പോലീസുകാരുടെ ഉത്തരവാദിത്തമല്ലേ? ഇപ്പൊ അവര് അറിയാൻ പറ്റും. ഒടിച്ചതും ഒരാൾ വീണൊടിയുന്നതും നമ്മൾ കാണാൻ അറിയാൻ പറ്റും. അത് സാന്റിഫിക്കായിട്ട് തെളിയിക്കാൻ പറ്റും. അത് അവരെന്താണെന്ന് വെച്ചാൽ ഓടി വീണതാണെന്നാണ് എൻ്റെ ഭർത്താവ്. കാരണം ഇവരങ്ങനെ വെട്ടാനൊന്നും ചെയ്യത്തൊന്നുമില്ല. ഈ വെള്ളം അടിക്കുമെന്നല്ല, വെള്ളം അടിച്ച് കിടന്ന് എന്തെങ്കിലും ഇത് പറയുന്നല്ലാണ്ട് ഒരാളങ്ങനെ കയറി അങ്ങനെ വെട്ടിയെടുക്കുക അങ്ങനെയുള്ള ഒരു ശീലവും ഇല്ല. പിന്നെ എന്നെ ഉപദ്രവിക്കും ഇല്ല, അങ്ങനെയുള്ള ഒരു ആരും അതാണ്. അല്ലാതെ അവർ ഒരാളെ പോയി വെട്ടാനുള്ള അങ്ങനെയുള്ള ഒരു ഇതും ഇല്ല. കാരണം ഇവിടെ ഷോ കാണിക്കും, വെള്ളം അടിക്കുമ്പോൾ എന്തെങ്കിലും കിടന്ന് പറയുമെന്നല്ലാണ്ട് ഒരാളെ പോയി അങ്ങനെ വെട്ടിയെടുക്കുക അങ്ങനെ ഒന്നും ചെയ്യത്തൊന്നുമില്ല. ഇത് ഓടി എന്തോ സംഭവിച്ചതാ, ഇനി എന്താണെന്ന് എനിക്കും അറിയത്തില്ല. അത് പോലീസുകാർ അടിക്കാനും പറ്റില്ല. കാരണം ഇത്രയും പയ്യന്മാർ, കാരണം 1-2 പയ്യന്മാർ, ഇവന് ഒരു സെറ്റ് പയ്യന്മാരുണ്ട്. ഇവരൊരു ഗ്യാങ് ആണ്. ഇപ്പോഴത്തെ പിള്ളേരെ കാര്യം അറിയില്ല, ഒരു ഗ്യാങ് ആണ്. എന്നിട്ട് പോലീസ് കേസ് എടുത്തിരിക്കുന്നത് ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്ക് കൗണ്ടർ കേസ് എടുത്തേക്കുന്നത്. അതായത് 2 പേർക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ട്. വന്ന സ്ത്രീകളും പറഞ്ഞു, അവിടെ എതിർകക്ഷിയുടെ സ്ത്രീകളും പറഞ്ഞു അത് എന്തൊക്കെയാണ് സംസാരിച്ചു. കാരണം അതിനെ പറ്റി എനിക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. കാരണം ഞാൻ സംഭവ സ്ഥലത്ത് ഇല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ മുന്നേ നടന്ന കാര്യം വെച്ചാണ്. ഇവരെ വീട് തൊട്ടപ്പുറത്തോട്ടാണ്. ഇപ്പൊ നിങ്ങൾ അന്ന് കേസ് എടുത്തില്ലേ, അവരുടെ വീട്ടിന്റെ തൊട്ട് കുത്തിയ കേസിന്റെ അടുത്തിരിക്കുന്ന വീടില്ലേ, അതാണ് ഇവരുടെ വീട്. അതിന്റെ ഫ്രണ്ട് ഇരിക്കുന്നതാണ് എൻ്റെ ഭർത്താവിൻ്റെ വീട്. ഞാനിപ്പോൾ പറഞ്ഞാൽ എൻ്റെ വീട് കയറി കാണാൻ ഇത് എൻ്റെ വീടാണ്, ഇത് എൻ്റെ വീടാണ്. ഇത്രയും ചതുപ്പിൽ നിങ്ങൾ എന്തിനാ സ്ഥലം വാങ്ങി വീട് വെച്ചത്? ചതുപ്പല്ലേ? അന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ഇതൊക്കെ മേടിച്ച് വയ്ക്കാനേ പറ്റത്തുള്ളായിരുന്നു. ഇത് നല്ലൊരു വീടായിരുന്നു. ഇത് ഇത്ര മേലെ ആക്കിയിട്ടാണ് ഇത് ഞാൻ മനഃപൂർവ്വം ഇട്ടിരിക്കണേ. കാരണം എനിക്ക് ഇതിന് നടപടി കിട്ടിയതിന് ശേഷമേ ഞാൻ ഇത് ചെയ്യത്തുള്ളൂ. മോക്കും മേകളും പഠന റൂമും ഞാൻ കെട്ടിയിട്ടേക്കാണ്. ഈ സർക്കാർ ഇവർ സ്റ്റേഷനിൽ നിന്ന് ഇതുവരെ ഒരു ഇത് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ഇട്ടിരിക്കുന്നത്. കാരണം ഞാനിപ്പോൾ പൈസ ചിലവാക്കി പിന്നെ കഥ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവ് ഒറ്റ കിടക്കുന്നത് കൊണ്ട് ഞാൻ മെയിനായിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം രാത്രി അവന്മാർ കയറി എന്തെങ്കിലും ചെയ്ത് അറിയാൻ പറ്റത്തില്ലല്ലോ. ആരെ മുമ്പിലിട്ട് അവർ എന്ത് ചെയ്താലും ഇവിടെ അവർ സത്യം പോലെ പറയത്തില്ല. പോലീസ് വന്നിരുന്നാൽ, കാരണം അവർ ഈ ചെറിയ സ്റ്റേഷൻ ഈ ഏരിയ കളഞ്ഞിട്ടിരിക്കുന്നതാണ്. കാരണം അവരെത്ര ശ്രമിച്ചാലും ഇവിടെ പിന്നെ ഞാൻ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അത്ര അഴിമത്തനാണ് നടക്കുന്നത്. ഇനി സ്റ്റേഷനിൽ നിന്ന് അവർ ആര് വന്നാലും ഇവിടെ എന്തൊക്കെ ചെയ്താലും പ്രതികളെ വന്നാൽ പോലും പിടിക്കാൻ പറ്റത്തില്ല. ഇല്ലെങ്കിൽ പിന്നെ ഈ അന്ന് ഫസ്റ്റ് തുടക്കത്തിൽ ചെയ്തപ്പോൾ തന്നെ ഈ പയ്യനെ പിടിക്കേണ്ടതാണ്. ഈ കായലെടുത്തായതുകൊണ്ട് പ്രതികൾ പോലീസ് വന്നിരുന്നാലും അവിടെ നിന്ന് വണ്ടി ഇറങ്ങിയപ്പോൾ 100 എടുത്ത് കായൽ ചാടും. അപ്പോൾ പിന്നെ പ്രതികളെ കിട്ടത്തില്ല, അവർക്ക് കായലെടുത്ത് ഇടകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ പ്രതിനെ കിട്ടത്തില്ല. എനിക്ക് മെയിനായിട്ട് എൻ്റെ വീട് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2 പിള്ളേരിട്ടുണ്ട് കിടക്കുന്നത്. ഞാൻ ഒന്നത്തെ സ്ഥലത്തില്ല. പിള്ളേരെ എനിക്ക് സുരക്ഷിതമായിട്ട് ഇവിടെ വെച്ച് കിടത്താൻ പറ്റത്തില്ല. എൻ്റെ പിള്ളേരെ ഞാൻ അങ്ങൂഞ്ഞൊക്കെയാണ് നിർത്തിയിരിക്കുന്നത്. പോരാത്തന്നെ എൻ്റെ അമ്മ ഇപ്പോൾ ആക്സിഡൻറ്റ് ആയിട്ട് ഇങ്ങനെ മെഡിക്കൽ കോളേജിൽ കിടക്കുന്നത്. അപ്പോൾ ഈ പിള്ളേർ ഞാൻ അങ്ങൂഞ്ഞൊക്കെ വന്നപ്പോൾ കണ്ടല്ലോ, അങ്ങൂഞ്ഞൊക്കെയാണ് നിൽക്കുന്നത്. ഇത്രമേൽ ഇങ്ങനെ ഈ വീഡിയോ ആദ്യത്തെ ആണെങ്കിൽ ഞാൻ പോട്ടെ, കേസിൻ്റെ വഴിക്ക് പോട്ടെന്ന് പറഞ്ഞാൽ ഞാൻ വിട്ടതാണ്. പിന്നെ രണ്ടാമതും കയറി ഇപ്പോൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ കാര്യത്തിൽ എനിക്ക് എന്തായാലും അതിൻ്റെതായ നിയമ നടപടി കിട്ടിയേ പറ്റുള്ളൂ. ഒരു വീട് കയറിയൊന്നും ആക്രമിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു വീട് കയറി ഒരു ചെയ്യേണ്ട കാര്യമില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ പുറത്തുണ്ടെങ്കിൽ പുറത്ത് തീർക്കുക. വീട് കയറി ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് അതിന് നിയമ നടപടി കിട്ടിയേ പറ്റത്തുള്ളൂ. നമ്മൾ പണ്ട് കിരീടം സിനിമയെ കണ്ടപ്പോഴത്തേക്ക് രാമപുരം അതുപോലെ സ്ഥലം അങ്ങനെ കണ്ടിട്ടുണ്ട്. പോലീസ് കയറാൻ മടിക്കുന്ന സ്ഥലം, പോലീസ് ഉപേക്ഷിച്ചിരിക്കുന്ന ഇടം എന്നൊക്കെ പറയുമ്പോഴാണ് ചേച്ചി പറയുന്നത്. കാരണം പോലീസ് ഉപേക്ഷിച്ച ഒരു സ്ഥലം കൂടി നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ചിറയൻകീഴ് ഈ പറയുന്ന കുഴിയം എന്ന സ്ഥലത്തുണ്ട്. പോലീസുകാർക്ക് കയറാൻ പേടിയാണ്. ഇവിടെ ആൾക്കാർ വന്നാൽ നേരെ ഇവിടുന്ന് ഓടി കായലിച്ചാടും എന്നൊക്കെയാണ് ചേച്ചി പറയുന്നത്. ശരിക്കും നമ്മൾ കണ്ടിട്ടുണ്ട് പണ്ട് ഈ രാജേഷിൻ്റെ കാലുവെട്ടിയ കേസിലെ പ്രതികളൊക്കെ ഇവിടെ നിന്ന് ചാടിപ്പോയി പോലീസ് പിറകെ പോയി ഒരു പോലീസുകാരൻ മുങ്ങി മരിച്ച കേസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതായാലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലുണ്ട് എന്നറിയുന്നത് പാർട്ടി ഗ്രാമങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇതേപോലെ പോലീസ് പോലും ഉപേക്ഷിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന മെമ്പർമാരൊന്നും ഇടപാടില്ലല്ലേ?
ആരും ഒന്നും ഇടപെട്ടതോ തിരക്കിയതോ എടുത്തതോ ഒന്നുമില്ല. ജനപ്രതിനിധികൾ പോലും ഉപേക്ഷിച്ചിരിക്കുന്ന സ്ഥലം കുഴിയുന്ന സ്ഥലമാണ്. ഇവിടെയുണ്ട് ജനങ്ങൾ, ഇവിടെയുണ്ട് ഭാര്യയും ഭർത്താവും കുട്ടികളും പ്രായപൂർത്തിയായ ആൾക്കാരൊക്കെ. ഈ ചേച്ചി പറയുന്ന, ശാലിനി ചേച്ചി പറയുന്ന അനുസരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പ്രായപൂർത്തിയായ മകളെ വീട്ടിൽ കിടത്താൻ വരെ അവർക്ക് പേടിയാണ്. ഇങ്ങനെയും സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയുമ്പോൾ വല്ലാത്ത ദുഃഖം തോന്നുന്നു. കാരണം ഈ കുഴിയം പ്രദേശത്ത് ഞാൻ ആദ്യമായിട്ടല്ല വാർത്ത ചെയ്യാൻ വരുന്നത്. ഞാനിവിടെ ഒരുപാട് വാർത്ത, എല്ലാം ഈ അക്രമത്തിൻ്റെ വാർത്തകളാണ് ചെയ്യുന്നത്. നല്ലൊരു കാര്യം ചെയ്യാൻ എനിക്ക് ഇവിടെ വരാൻ സാധിച്ചിട്ടില്ല. ഇനിയെങ്കിലും അടുത്ത പ്രാവശ്യമെങ്കിലും കുഴിയം മേഖലയിൽ വരുമ്പോൾ ഒരു നല്ല വാർത്ത, ജനങ്ങൾക്ക് ഉതകുന്ന വാർത്ത, നല്ല വാർത്ത ചെയ്യാനുള്ള ഒരു സംഭവം ഉണ്ടാവണമെന്നാണ് പ്രതീക്ഷ. അതിന് ഇടപെടേണ്ടത് പോലീസും ജനപ്രതിനിധികളും ഒക്കെയാണ്. അവരെല്ലാം കൂടി ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ മാത്രമേ നമുക്കൊരു നല്ല വാർത്തയൊക്കെ ചെയ്യാൻ പറ്റൂ, നല്ല കാര്യം പുറത്തു കൊണ്ടുവരാൻ പറ്റൂ. ഇങ്ങനെ ഒരു അക്രമ സംഭവങ്ങൾ മാത്രം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഈ മേഖലയിൽ ഞാൻ വരുന്നത് 5, 6, 7 പ്രാവശ്യമൊക്കെ ആയി. മാറ്റം ലോകത്തിനും കാലത്തിനുമൊക്കെ അനിവാര്യമാണ്, മാറേണ്ടിയിരിക്കുന്നു. ഈ പറയും പോലെ ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഞങ്ങളാണ്. പരിഹാരമുണ്ടാക്കേണ്ട നിങ്ങൾ, സർക്കാർ സംവിധാനങ്ങളാണ്. പരിഹരിക്കപ്പെടണം. ഇനിയൊരു അമ്മയുടെയും ഒരു കുഞ്ഞിൻ്റെയും അല്ലെങ്കിൽ ഒരു ഭാര്യയുടെയും സഹോദരിയുടെയും കണ്ണുനീരിവിടെ വരാൻ ഒരു വീടൊക്കെ അടിച്ചു പൊട്ടിരിക്കുന്നത് കണ്ടോ? തറയിൽ വീഴാൻ, ആ കണ്ണീരൊന്നും തറയിൽ വീഴാൻ ഇടയാകരുത്. കാരണം അത്രയും കണ്ടോ, അമ്മിക്കല്ലേ കൊണ്ടൊക്കെയാണ് വീട് അടിച്ചു പൊട്ടിച്ചിരിക്കുന്നത്. സ്പേസ് ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം സയ്യിദ് മാരാർ സൈനിങ് ഓഫ്.